അടുത്ത സെറ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഈ എഴുതിയിരിക്കുന്നതാണ്. ഒന്നാമത്തത് സൈൻ 3x ഇൻറ്റു കോസ് എക്സ്, സൈൻ 2x ഇൻറ്റു സൈൻ എക്സ്, കോസ് 5x ഇൻറ്റു കോസ് 3x. ഇതെല്ലാം സൈൻ ഒരു വാല്യൂ, കോസ് മറ്റൊരു വാല്യൂ, ഇതിന് രണ്ടിൻ്റെയും കൂടെ മിക്സാക്കി എഴുതിയിരിക്കുന്നതാണ്. ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ. സൈൻ 2x ഇൻറ്റു സൈൻ എക്സ് അല്ലെങ്കിൽ കോസ് 3x ഇൻറ്റു കോസ് എക്സ്, അങ്ങനെ മിക്സായി വരും. ഇതിനെല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 4 ഫോർമുലാസ് ഉണ്ട്. അത് ഞാനിവിടെ എഴുതാം. ഒന്നാമത്തത് സൈൻ എ കോസ് ബി. സൈനും കോസും മിക്സായി വന്നാൽ അത് 1/2 സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. സൈനും കോസും വന്നാൽ, ഇനി കോസ് ആദ്യം വന്ന് സൈൻ രണ്ടാമത് വന്നാൽ തിരിച്ച് എഴുതാം. 1/2 സൈൻ എ പ്ലസ് ബി, ഈ മുമ്പിൽ കണ്ട പ്ലസിന് പകരം മൈനസ് ആണ്, സൈൻ എ മൈനസ് ബി. ഈ 1/2 കഴിഞ്ഞിട്ടൊരു ബ്രാക്കറ്റ് കൊടുക്കണേ. ഇനി കോസ് വന്നാൽ, കോസ് എ കോസ് ബി വന്നാൽ 1/2 കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. സൈനും സൈനും വന്നാൽ സൈൻ എ സൈൻ ബി വന്നാൽ ഒരു മൈനസ് ഉണ്ടാവും, -1/2 കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി. ഇതിൽ ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇടാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന്, ഇൻ്റഗ്രൽ സൈൻ 3x കോസ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ്, ഏത് ആണ് എടുക്കേണ്ടത്? സൈന് കോസ് മിക്സായി വന്നാൽ ആദ്യത്തെ ഫോർമുലയാണ് അത് എഴുതിയപ്പോൾ ഇൻ്റഗ്രൽ 1/2 സൈൻ 3x പ്ലസ് എക്സ്, അത് 4x പ്ലസ് സൈൻ 3x മൈനസ് എക്സ്, അത് 2x ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിപ്പോൾ 3x മൈനസ് എക്സ്. ഓക്കെ, ഡി എക്സ് ഇൻ്റഗ്രൽ 1/2 സൈൻ 4x പ്ലസ് സൈൻ 2x ഡി എക്സ്. ഇനി ആ 1/2 പുറത്തേക്ക് എടുത്താൽ ബാക്കി സൈൻ 4x പ്ലസ് സൈൻ 2x. 1/2 ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സൈൻ 4xൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് 4x ഇൻറ്റു 1/4 അല്ലേ. സൈൻ 2xൻ്റെയോ മൈനസ് കോസ് 2x ഇൻറ്റു 1/2 പ്ലസ് സി. ഇത്രയും മതി. ഓക്കെ, അപ്പോൾ അത് ഏത് ഫോർമുലയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പോൾ ഈ 4 ഫോർമുല നിങ്ങൾ പഠിച്ചിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ 4ഉം ഒരുമിച്ച് അങ്ങ് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ ഈസിയാണ്. നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് എഴുതുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ അതാണ്. ഒരു ഫോർമുല ചെയ്ത് അതിൽ നിന്ന് മറ്റ് 3 ചേഞ്ച് ചെയ്ത് എഴുതാൻ പഠിച്ചാൽ മതി. മറ്റൊരു ക്വസ്റ്റ്യൻ സൈൻ 2x ഇൻറ്റു സൈൻ എക്സ്. ഇൻ്റഗ്രൽ സൈൻ 2x ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. രണ്ടും സൈൻ വരുന്നത് ഏത് ക്വസ്റ്റ്യനാണ്? നാലാമത്തത്. ഏത് ഫോർമുലയാണ്? നാലാമത്തെ ഫോർമുല, ഈ ഫോർമുല. സൈൻ ഇൻ്റഗ്രൽ -1/2 കോസ് 2x പ്ലസ് എക്സ് മൈനസ് കോസ് 2x മൈനസ് എക്സ് ഡി എക്സ്. -1/2 പുറത്തേക്ക് എടുത്താൽ ഇൻ്റഗ്രൽ കോസ് 3x മൈനസ് കോസ് എക്സ് ഡി എക്സ്. -1/2 ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. കോസ് 3xൻ്റെ ഇൻ്റഗ്രൽ സൈൻ 3x ഇൻറ്റു 1/3 മൈനസ് കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് പ്ലസ് സി. ഇനി ഇതിന് പകരം അടുത്തൊരു ചോദ്യം നോക്കാം. ജസ്റ്റ് തിരിച്ച് സൈൻ എക്സ് ഇൻറ്റു സൈൻ 2x ഡി എക്സ് ആവുന്ന കേസ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 ഐഡൻറ്റിറ്റീസാണ്. സൈൻ ഓഫ് -x എന്ന് പറയുന്നത്
മൈനസ് സൈൻ എക്സ് ആണ്. ബട്ട് കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കോസ് എക്സ് ആണ്. അതായത് മൈനസ് സൈനിൻ്റെ അകത്ത് എഴുതിയാൽ മൈനസ് പുറത്തേക്ക് വരും. മൈനസ് കോസിൻ്റെ അകത്തുണ്ടെങ്കിൽ കോസ് ആ മൈനസിനെ പുറത്തേക്ക് ഇടില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എത്രാമത്തെ ഫോർമുലയാണ്? സൈനും വന്നത് 4ാമത്തെ ഫോർമുലയാണ്. ഈക്വൽ ടു ഇൻ്റഗ്രൽ -1/2 sin x cos x plus 2x minus cos x minus 2x. -1/2 പുറത്തേക്ക് ഇട്ടു. ഇൻ്റഗ്രൽ cos 3x minus cos of minus x. ഇനി -1/2 ഇൻ്റഗ്രേറ്റ് ചെയ്യാം. cos 3x ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം നോക്കുക. cos 3x മൈനസ് കോസ് ഓഫ് മൈനസ് എക്സ് പുറത്തേക്ക് ആ മൈനസ് ഇടില്ലല്ലോ, അപ്പോൾ അത് കോസ് എക്സ് ആവും. ഇനിയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. -1/2 cos 3xൻ്റെ ഇൻ്റഗ്രൽ sin 3x × 1/3 മൈനസ് കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ sin x പ്ലസ് സി. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്ത അതേ ചോദ്യം തന്നെ തിരിച്ചിട്ടപ്പോഴും സെയിം ഉത്തരം തന്നെ കിട്ടി. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ബാക്കിയുണ്ട്, അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. എത്രാമത്തെ ഫോർമുലയാണ്? 3ാമത്തെ ഫോർമുലയാണ് ഈ ക്വസ്റ്റ്യനിൽ. cos 5x × cos 3x ഈ ഫോർമുല 3ാമത്തെ ഫോർമുല. അതൊന്ന് ചെയ്ത് നോക്കുക. സെയിം മെത്തേഡ് തന്നെയാണ്. അത് ചെയ്ത് പഠിക്കുക കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ ഒത്തിരി പ്രോബ്ലംസ് ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്തതാണ്.